So today we are going to Bandipur Tiger Reserve. So it is located in southern Karnataka. കർണാടകയിൽ നിന്ന് മൈസൂർ വഴി ഊട്ടിക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലമുള്ളത്. നമ്മൾ മൈസൂരിൽ നിന്ന് ഗുണ്ടൽപേട്ട് വഴിയാണ് ഇവിടെ പോവുക. സോ ഇവിടെ ഇങ്ങനെ ഫുൾ സൺഫ്ലവേഴ്സ് ആയിരുന്നു. ഇറ്റ് വാസ് സോ അമേസിങ്. നമ്മൾ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ അകത്തേക്ക് കയറി വി ക്യാൻ ടേക്ക് ഫോട്ടോസ്. സോ ഞാൻ ഇത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ഇവിടുത്തെ സൺഫ്ലവർ ഫീൽഡ്സ് കാണണം എന്നുള്ളത്. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി ടു എക്സ്പീരിയൻസ് ഇറ്റ്. അവിടെ തന്നെ മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ എടുപ്പിച്ചു. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണ് ആ ഫീൽഡിൽ അവിടേക്ക് പോയത്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. സൺ അവിടെ ആയതുകൊണ്ട് എല്ലാ ഫ്ലവേഴ്സും ആ സൈഡിലോട്ടായിരുന്നു തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി മൊത്തം ഞാൻ ഇതെല്ലാം ഒന്ന് എൻജോയ് ചെയ്യുന്ന വീഡിയോസാണ്. എനിക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല, ബട്ട് ഇറ്റ്സ് ഓൾ ഗുഡ്. ബിക്കോസ് നമുക്ക് ചില സമയത്ത് വി ജസ്റ്റ് നീഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഇത് ഞങ്ങളുടെ ഓഫീസ് ട്രിപ്പാണ്. സോ നമ്മളൊരു ഓൾമോസ്റ്റ് 60 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ 1 കാറിലാണ് ഇവിടേക്ക് പോകുന്നത്. സോ ഈ എക്സ്പീരിയൻസ് തന്നെ വളരെ അമേസിങ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർ എക്സ്പ്രസ് വേയിലും പോകുന്നത്. ഈ ഗുണ്ടൽപേട്ട് ടു മൈസൂർ പോകുമ്പോൾ ദർ ഈസ് എ ലോട്ട് ഓഫ് ഫ്ലവർ ഫീൽഡ്സ്. സോ അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഓണത്തിനൊക്കെ കൂടുതലായിട്ട് വരുന്ന കുറേ പൂക്കൾ അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് കുറച്ച് പോയാൽ തന്നെ ബന്ദിപ്പൂർ എത്തും. ഇവിടെ തന്നെ സുൽത്താൻ ബത്തേരി ബസ്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ബോർഡറും ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഫേമസ് ആയിട്ടുള്ളത് ബംഗാൾ ടൈഗേഴ്സിനെ അവർ പ്രിസർവ് ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് അതുപോലെ തന്നെ കുറേ ലെപ്പേർഡ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ലോട്ട് ഓഫ് എലിഫൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എവർ എക്സ്പീരിയൻസ് ആണ് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അവർ ജീവിക്കുന്ന സ്ഥലത്ത് പോയി ആനിമൽസിനെ കാണുക എന്നുള്ളത്. ഫസ്റ്റ് തന്നെ വെൻ ഐ സോ ദ ഡിയേഴ്സ് ഐ വാസ് റിയലി ഹാപ്പി. അത് അവർ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര റിഫ്രഷിങ് ഫീലായിരുന്നു. ആൻഡ് ഇതൊക്കെ വളർത്തുന്ന എലിഫൻറ്റ്സ് ആണ്. നമ്മൾ ആ റിസോർട്ടിലേക്ക് പോവാണ്. നമ്മൾ നിൽക്കാൻ പോകുന്നത് വിൻഫ്ലവർ റിസോർട്ടിലാണ്. അപ്പോൾ എനിക്ക് ഈ ഡിയേഴ്സിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി തുടങ്ങി. ബിക്കോസ് അവരുടെ ഒരു ഹാബിറ്റാറ്റിൽ പോയി കാണാമെന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. നമ്മൾ ഫൈനലി റിസോർട്ടിലെത്തി. ദിസ് വാസ് അവർ റൂം. ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഐ ജസ്റ്റ് ഷോ യു. വി വർ ഇൻ റൂം നമ്പർ 17. എൻ്റെ കൂടെ ഒരു ഗേളും കൂടി ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ആൻഡ് ഇവിടെ തന്നെ ദ വാഷ്റൂം ആൻഡ് ഓൾ വാസ് റിയലി നൈസ്. This is me. Hi. ആൻഡ് ഇത് റിസോർട്ടിൽ തന്നെ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. സോ റിസോർട്ടിൽ വന്ന് നിൽക്കുന്ന തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ. ആൻഡ് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി ഗോ ഔട്ട് സൈഡ്. അത് അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. യു ക്യാൻ സീ. സോ നമ്മുടെ റൂമിന് ചുറ്റും ട്രീസ് ആൻഡ് അവിടെ മൊത്തം ലീവ്സ് ആൻഡ് അതിനിടയിൽ കൂടെ കോൺക്രീറ്റ് പാത്ത് വേസ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു അവിടെ. ആൻഡ് ദിസ് വാസ് അവർ വാഷ്റൂം. ഐ ഫെൽ ലൈക്ക് ദിസ് വാസ് റിയലി കൂൾ. ആൻഡ് ഇതാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് അവിടെ എത്തിയിട്ട്. ഐ ഹാഡ് ബ്രെഡ് ആസ് വെൽ. So this is the room. I actually wanted to change my dress now, so that's why I came here. Just change. And we'll go for safari. So just change to something simple. Let's go to safari. സോ സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ സഫാരി പോയിന്റിലോട്ട്. സോ വി കെയിം ഓൾ ദ വേ ടു ദിസ് സഫാരി പോയിന്റ്. എന്നിട്ട് ഇവിടെ നിന്ന് അവർ നമ്മളെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സോ അതൊരു 30 minutes റൈഡാണ് അവരുടെ സഫാരി വെഹിക്കിളിൽ തന്നെ. സോ ഒരു ഗൈഡും ഉണ്ടാവും ആൻഡ് ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് പീപ്പിൾ ഹാഡ് ക്യാമറ സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഓഫ് ദീസ് ആനിമൽസ്. ആൻഡ് ബൈനോക്കുലറും ഉണ്ടായിരുന്നു. ബിക്കോസ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട്. സോ സംടൈംസ് നമുക്ക് കുറച്ച് സൂം ഇൻ ചെയ്തിട്ട് കാണേണ്ടി വരുമല്ലോ. സോ അതൊക്കെയായിരുന്നു. ആൻഡ് ഹി വാസ് എക്സ്പ്ലെയിനിങ് അസ് ലൈക്ക് എത്ര ടൈഗേഴ്സ് ഉണ്ട് ഇവിടെ, എത്ര എലിഫൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ. ഫസ്റ്റ് തന്നെ വീണ്ടും ഡിയേഴ്സിനെയാണ് കണ്ടത്. പിന്നെ വി സോ എലിഫൻറ്റ്സ്. ഐ മീൻ ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഈ എലിഫൻറ്റ്സിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണുമ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ്.
ഇത് ആക്ച്വലി പാരറ്റ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, ബട്ട് ഇറ്റ്സ് സം കൈൻഡ് ഓഫ് പാരറ്റ് ഇറ്റ് സീംസ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈഗിളിനെ കണ്ടു. അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഈഗിളായിരുന്നു. ഇതിൻ്റെ നെക്കിൽ എന്തൊരു വൈറ്റ് കളറൊക്കെ ഉണ്ടായിരുന്നു. സോ ബൈനോക്കുലറൊക്കെ വെച്ച് കാണുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലാണല്ലോ ബേർഡ്സ് ഉണ്ടാവുക. സോ ബൈനോക്കുലർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇറ്റ് ഹെൽപ്ഡ് അസ്. ലൈക്ക് ഒരു എലിഫൻറ്റ് എലോൺ, ദറ്റ്സ് ലൈക്ക് വെരി സീനിക്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ ദർ വാസ് 3 കുട്ടി എലിഫൻറ്റ്സ്, 3 കുഞ്ഞ് എലിഫൻറ്റ്സ് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അവരെയൊക്കെ കണ്ട് നോക്കി നിന്നു. ഇവരിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഒരു എലിഫൻറ്റ്. പിന്നെ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ വീണ്ടും 3 എലിഫൻറ്റ്സിനെ കണ്ടു. സോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എലിഫൻറ്റ്സിനെ കാണപ്പെടുന്ന ഒരു കാടാണ് പോലും ബന്ദിപ്പൂർ ഫോറസ്റ്റ്. നമ്മൾ വെറുതെ ഡ്രൈവ് ചെയ്താൽ പോലും വി കുഡ് സീ എലിഫൻറ്റ്സ് ഇൻ ദ റോഡ്. സോ ഈ 2 എലിഫൻറ്റ്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. അവരെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇത്ര അടുത്ത എലിഫൻറ്റ്സിനെ കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ബേർഡ്സിനെ കണ്ടു ഞങ്ങൾ. ദിസ് ഈസ് മീ ഇൻ ദ വാൻ. ഇതാണ് ഞാൻ എടുത്ത എൻ്റെ ഫേവറേറ്റ് വീഡിയോ. ഇതിൽ സോട്ടിൽ പാക്കേജിൻ്റെ കൂടെ ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജും കൂടി ഉണ്ടായിരുന്നു. അതിനെനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ സഫാരിയിൽ വന്നപ്പോൾ തന്നെ ഐ സോ എ ലോട്ട് ഓഫ് ബേർഡ്സ്. ഞങ്ങൾ കുറേ ബേർഡ്സിനെ കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേർഡ്സ്. ആൻഡ് ആ സൗണ്ടും ആ ആംബിയൻസും എവ്രിതിങ് വാസ് ഓസം. കുറച്ചുള്ളിലോട്ട് പോയപ്പോഴാണ് ഈ എലിഫൻറ്റിനെ കാണുന്നത്. ഇത് ഭയങ്കര അടുത്തായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, ഇത്ര ഡിസ്റ്റൻസിലാണ് അത് നിൽക്കുന്നത് വണ്ടിയിൽ നിന്ന്. പണ്ട് കാലത്ത് ബന്ദിപ്പൂർ മൈസൂർ മഹാരാജാവിൻ്റെ ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് 1200 ആനിമൽസിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട് ഇവരിവിടെ. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾക്ക് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് രാവിലെ ഞാനൊരു 6:30 എണീറ്റു. ഇവിടെ ജസ്റ്റ് ഒന്ന് സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ ഹിയർ എ ലോട്ട് ഓഫ് ബേർഡ് നോയ്സസ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ നേച്ചർ വാക്കിനിറങ്ങി. അവിടെ മൊത്തം നടന്ന് കണ്ടു. ആൻഡ് വി ഓൾസോ ഹാഡ് സൈക്കിൾസ്. സോ നമ്മൾ സൈക്ലിങ്ങും ചെയ്തു. ഒരു നെറ്റ്വർക്ക് ഒന്നുമില്ല. വി ആർ ജസ്റ്റ് സൈലൻറ്റ്. വി കാൺഡ് ഓപ്പൺ എനിത്തിങ്. നമ്മുടെ തോട്ട്സും നമ്മളും മാത്രമാണ്. ആൻഡ് സൈക്കിൾ ഓട്ടുന്നവർക്ക് സൈക്കിൾ ഓട്ടാം. ആൻഡ് അങ്ങനെ ഞാൻ നടന്ന് ഐ ഫൗണ്ട് ദിസ് ഫീൽഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനടുത്തേക്ക് പോയി നോക്കി. എനിക്ക് ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ട്രീയും ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഡോഗ് ഈ ഫീൽഡിനെ ഗാർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഡോഗിനെ കണ്ടപ്പാടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ ഞാൻ കുറച്ച് നേരം സൈക്കിൾ ഓട്ടി ആ റോഡിലൂടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. Hi guys, so I just came for cycling. I have friends as well, they're just coming there. But it's like so silent here. എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആയൊരു ഫീലായിരുന്നു ബന്ദിപ്പൂർ പോയിട്ട്. ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഡയറ്റൊന്നും ഫോളോ ചെയ്തില്ല ഈ ട്രിപ്പിൽ, ബിക്കോസ് ഐ ഹാഡ് എവറിഥിങ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ റിസോർട്ടിൽ തന്നെ ഒന്ന് നടന്നു. So if you believe that if everything happens in your life, everything bad happens in your life is for a reason, so that good things can come to your life, I think that is the hope we need for everything. Because whatever bad happens, it happened because you're not meant to be settled for so much less. You are meant to be something greater. സോ അത്രയാണ് എൻ്റെ ബന്ദിപ്പൂർ സ്റ്റോറീസ്. സോ അടുത്ത വീക്കിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് ആൽക്കാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.